ഞാൻ ഒരിക്കലും ഇത്തരം സ്വർണവും വജ്രമൊന്നും ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ ഇന്നിപ്പോ കിട്ടിയ ഈ മാല ഇത് ആഗ്രഹിച്ച് കിട്ടിയതായിട്ട് തന്നെ ഞാൻ കരുതും. സാർ ഒരു വലിയ ആളാ. വലിയ ആളാവാൻ പോകുന്നത് താനാടോ? ആ, കണ്ണം പറഞ്ഞത് എന്താണെന്നറിയോ? താൻ ഒരു വലിയ ആളാവൂന്ന് ഇന്നത്തെ ദിവസം തന്നെ അതിന്റെ ഒരു സൂചന ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഇപ്പൊ തന്നെ ഞാൻ ഈ ലോകത്തെ ഏറ്റവും വലിയ ആളാ. ഇനി ഇതിലും വലിയ എന്താ ആളാവാനാ? അതൊന്നും അറിയില്ല. കണ്ണം പറഞ്ഞത് ഇന്ന് തന്നെ അതിന്റെ തുടക്കം ഉണ്ടാവുമെന്ന്. നോക്കിക്കോ, എന്തോ ചില കാര്യങ്ങള് ഇന്ന് നടക്കും. താൻ കണ്ടോ? കണ്ണം പറഞ്ഞ സൂചനയാണോ അച്ഛന്റെ വിളി? വാ, എന്താന്ന് പോയി നോക്കാം. ഒരു മിനിറ്റ്. വാ. എല്ലാരും ഒന്ന് വന്നേ. ആദി, പറയാം. എന്താ എന്താ അമ്മേ? എല്ലാരോടുമായിട്ട് അച്ഛനെന്തോ കാര്യം പറയാനുണ്ടെന്ന്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. എവിടെ എല്ലാരും? എവിടെ? ആ, വന്നല്ലോ. വാ വാ വാ, പെട്ടെന്ന് വാ. അല്ല, അമൃത എവിടെ? അതാച്ചാ, അമൃതയ്ക്ക് ഒരു തലവേദന. അവള് കിടക്കുവോ അവിടെ? അമൃതയടുത്തേക്ക് ഇന്നിപ്പൊ തലവേദനയാണല്ലോ. അമ്മേ അച്ഛനപ്പം എന്താടാ? ഒന്നുമില്ല. ഇത് എല്ലാരോടും പറയേണ്ട കാര്യമാണ്. പ്രത്യേകിച്ചും അമൃതയോടും ഐശ്വര്യയോടും ശ്യാമയോടും. അമൃത ഇവിടെ ഉണ്ടായേ പറ്റും. അച്ഛാ, ഏട്ടത് തലവേദന ആണെങ്കിൽ കിടന്നോട്ടെ. അത് പറ്റില്ല, അമൃത വേണം. ചെന്ന് അമൃതയെ വിളിച്ചിട്ട് വാ. എന്നാ ഞാൻ പോയി വിളിച്ചിട്ട് വരാം. ഇതെന്താ തറയില് പായ വിരിച്ചു കിടക്കുന്നത്? അമൃതയെടുത്തി, അമൃതയെടുത്തി, ഇതെന്തൊരു കിടപ്പ അമൃതയെടുത്തി കിടക്കുന്നേ? ഞാൻ ഇവിടെ ഒന്ന് കിടന്നോട്ടെ ശ്യാമേ. അങ്ങനെ കിടക്കണ്ട. ദേ, അച്ഛൻ അവിടെ വിളിക്കുന്നുണ്ട്, അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. വാ. ഞാൻ തലവേദനയായിട്ട് കിടക്കാണെന്ന് അച്ഛനോട് പറയേ. അവളുടെ ഒരു തലവേദന എന്തോ ഇതിനകത്ത് കാര്യമായിട്ട് പുകയുന്നുണ്ട്. അതൊന്നറിയാൻ എന്തോ ഒരു വഴി. എടുത്തി, അച്ഛൻ എന്തോ അത്യാവശ്യ കാര്യം പറയാനാ വിളിക്കുന്നേ. എണീറ്റ് വന്നേ. വാ. ഞാൻ വരുന്നില്ല മോളെ, നീ ഒന്ന് പോ. അങ്ങനെ പറഞ്ഞു പറ്റില്ല. എണീറ്റ് വാ. വാ, അച്ഛനല്ലേ വിളിക്കുന്നത്. വാ അങ്ങോട്ട്, വാ. വാ. നീ ഇവിടെ ഇരുന്നേ. എനിക്കൊരു മൂടുമില്ല ശ്യാമേ. എന്റെ മാനസികാവസ്ഥ നിനക്കറിയാലോ. അപ്പോ മാനസികാവസ്ഥയ്ക്ക് എന്തോ കുഴപ്പമുണ്ട്. എന്തായാലും വട്ടല്ല. ശ്യാമേ, നീ പോയിക്കോ, ഞാൻ വരുന്നില്ല. അതെങ്ങനെയാ? ഞാൻ അമൃതയെടുത്ത് ഇല്ലാതെ പോവില്ല. എന്തോ പ്രധാനപ്പെട്ട കാര്യം അച്ഛന് പറയാനുള്ളത്. വാ, എഴുന്നേറ്റെ. വാ എടുത്തി. എണീറ്റേ വാ. അച്ഛനല്ലേ വിളിക്കുന്നേ, എന്തോ പ്രധാനപ്പെട്ട കാര്യമായിരിക്കും. ഒരു അമൃതയെടുത്തിയും ശ്യാമയെടുത്തിയും രണ്ടെണ്ണത്തിനെ ഒരുമിച്ച് വീട്ടിൽ നിന്ന് പാർത്തണം. എന്റെ ഉറക്കം കെടുത്തുന്ന ശല്യങ്ങള്. വാ എടുത്തി, വാ. നടക്ക.
എന്താ വൈകിയത്? തലവേദനയൊക്കെ മാറിയ മോളെ? മാറി, അല്പം കുറവുണ്ട് അച്ഛാ. ശരി. ഒരു പ്രധാന കാര്യം അറിയിക്കാനാ എല്ലാരും വിളിച്ചത്. നമ്മുടെ കമ്പനിയുടെ ഭരണത്തിൽ ചില അഴിച്ചുപണികൾ നടത്താൻ ഡയറക്ടർ ബോർഡ് തീരുമാനിച്ചിരിക്കുകയാണ്. കമ്പനിയുടെ വൈസ് ചെയർപേഴ്സണായി ഒരു വനിതയായിരിക്കണം നിയമിക്കേണ്ടത് എന്ന തീരുമാനത്തിലാണ് അവസാനം എത്തിച്ചേർന്നിരിക്കുന്നത്. അമൃത, ഐശ്വര്യ, ശ്യാമ, ഈ 3 പേരിൽ ഒരാളായിരിക്കും നമ്മുടെ കമ്പനിയുടെ അടുത്ത വൈസ് ചെയർപേഴ്സൺ. ആഹാ. ഒരുപാട് ഉത്തരവാദിത്തങ്ങളും കടമകളും നിർവഹിക്കേണ്ട തസ്തികയാണത്. ഒരുപാട് യാത്രകൾ വേണ്ടിവരും, മീറ്റിങ്ങുകളും കണ്ടക്ട് ചെയ്യണം. വൈസ് ചെയർപേഴ്സൺ ഭാവിയിൽ ചെയർപേഴ്സണായി ഉയരുകയും ചെയ്യും. ഞാനും നിങ്ങൾ 3 പേരിൽ ഒരാളും കൂടെ ആയിരിക്കും ഇനി കമ്പനിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. ഒരു സ്ത്രീ പുരുഷ തുല്യത എന്ന ആശയം ഇതിലുണ്ട്. വസു, നമ്മുടെ ഈ 3 മരുമക്കളിൽ ആരായിരിക്കും നമ്മുടെ കമ്പനിയെ നയിക്കാൻ പോകുന്നത്? ഏറ്റവും യോഗ്യതയുള്ള ആള് തന്നെ വേണം കമ്പനിയെ നയിക്കാൻ. കഴിവിന്റെ കാര്യത്തില് വിട്ടുവീഴ്ച പാടില്ല. ഗുഡ്, അതാണ് പോയിന്റ്. നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം ഈ 3 പേരുടെ അഭിപ്രായം ചോദിക്കാം. അത് കൊള്ളാം. ഒരു സ്വയം വിശകലനം. മൂത്തത് അമൃതയല്ലേ? അമൃത പറയും. നിങ്ങൾ 3 പേരിൽ ആരാണ് വൈസ് ചെയർപേഴ്സൺ ആകേണ്ടത്? അച്ഛാ, ശ്യാമ. എടുത്തേ. അമൃത പറയട്ടെ. സത്യസന്ധത, ദൈവ സ്നേഹം, എളിമ, ഇതൊക്കെയാ ഒരു മേധാവിക്ക് വേണ്ട ഗുണങ്ങൾ. ശ്യാമയെ വൈസ് ചെയർപേഴ്സൺ ആക്കണം. ശ്യാമ പകയോ ദേഷ്യമോ വച്ച് പുലർത്തില്ല. പക്വതയോടെ ആവും ഓരോ കാര്യങ്ങളും കാണുക. എന്റെ അഭിപ്രായത്തിൽ ആ സ്ഥാനത്തിരിക്കാൻ ശ്യാമയെ പോലെ യോഗ്യ മറ്റാരുമില്ല. ശരി ശരി, ഇനി ഐശ്വര്യ പറയട്ടെ. ഒരു മേധാവിക്ക് ആദ്യം വേണ്ടതേ സ്വന്തം കഴിവിലുള്ള വിശ്വാസമാ. സ്വയം വിശ്വാസമില്ലാത്തവരാ സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി മറ്റുള്ളവരെ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, ഞങ്ങളിൽ 3 പേരിൽ ആ സ്ഥാനത്തിരിക്കാൻ ഞാൻ തന്നെയാ ഏറ്റവും യോഗ്യ. ഏത് പ്രതിസന്ധിയെയും ഞാൻ പൊളിച്ചടുക്കും. നമ്മുടെ കമ്പനിയുടെ ശത്രുക്കളെ വെട്ടിമലർത്തും.
ഏത് രീതിയിലായാലും ശരി, കമ്പനിയുടെ ലാഭം മാത്രമായിരിക്കും ലക്ഷ്യം. സ്നേഹം, ദയ, ഭക്തി ഇതൊക്കെ അമ്പലത്തിനെ ചേരും, ഓഫീസിന് പറ്റില്ല. കൂടുതൽ ആലോചിക്കാൻ നിൽക്കണ്ട, എന്നെ നിയമിക്ക്. ആ ഇനി ഒരാളും കൂടെ ഉണ്ടല്ലോ സംസാരിക്കാൻ. ശ്യാമ പറയൂ, നിങ്ങൾ 3 പേരിൽ ആരാണ് വൈസ് ചെയർപേഴ്സൺ ആകേണ്ടത്? സത്യത്തിൽ എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ള അറിവൊന്നുമില്ല. ആ ശ്യാമ സ്വയം സമ്മതിച്ചില്ലേ, ഇനിയിപ്പോ അവളെ വിട്ടേക്കച്ചാ. അല്ല, അതല്ലേ ന്യായം. ഐശ്വര്യ, ശ്യാമ ഒന്ന് പറഞ്ഞു തീർക്കട്ടെ. അമൃതേടത്തി എന്നെക്കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞു, അതിലെനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ അല്ല, ഒരു മിനിറ്റ്, ഇതിലും എനിക്കൊരു അഭിപ്രായം പറയാനുണ്ട്. ഇവര് 2 പേരും സെറ്റാ. പരസ്പരം പുകഴ്ത്തി കാര്യം നേടാൻ നോക്കുക. ഐശ്വര്യടത്തി, ഞാൻ ഇന്ന് പറഞ്ഞോട്ടെ. അമ്മ പറഞ്ഞ പോലെ കമ്പനിയുടെ തലപ്പത്ത് കഴിവുള്ളൊരാൾ തന്നെ വേണം. ആ കഴിവ് ആർക്കുണ്ടെന്ന് അച്ഛനും പിന്നെ മറ്റുള്ളവരും കൂടി തീരുമാനിച്ചാൽ മതി. ഇനിയൊരു കാര്യം കൂടി, പറയുന്നത് അഹങ്കാരാണെന്നോ എടുത്തുചാട്ടമാണെന്നോ ഒന്നും തോന്നരുത്. അച്ഛാ, അമ്മേ, എന്നെ ഒന്ന് ഒഴിവാക്കി തരണം. ഈ സ്ഥാനത്തേക്ക് ഞാനില്ല അച്ഛാ. അമൃതയെടുത്തിയോ ഐശ്വര്യടുത്തിയോ അവരിൽ ആർക്കാണ് കഴിവെന്ന് തീരുമാനിച്ച് നിയമിക്കണം. അപ്പൊ ഇനി എന്ത് തീരുമാനിക്കാനാ? അമൃത എടുത്തേക്കും താല്പര്യമില്ല, അപ്പോ ഞാൻ തന്നെ ആവാം. ശ്യാമേ, ഈ കുടുംബത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞു നിൽക്കാൻ പറ്റത്തില്ല. എനിക്ക് പറ്റില്ല എന്ന് ഞാനും വസുവും അരുണും ആദ്യമൊക്കെ കരുതിയിരുന്നെങ്കിൽ ഈ പ്രസ്ഥാനം ഉണ്ടാവില്ല ഇവിടെ. ഞാനൊരു തീരുമാനം അറിയിക്കുകയാണ്. വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് ഒരു മത്സരം തന്നെ നടത്തുകയാണ്. വസു, നമ്മുടെ ഈ 3 മരുമക്കളാണ് മത്സരിക്കുന്നത്. കട്ടയ്ക്ക് നിന്ന് മത്സരിക്കണം 3 ആളും കേട്ടോ. നിങ്ങളുടെ കഴിവുകളെ പുറത്തു കൊണ്ടുവരുന്ന ഒരു മത്സരമായിരിക്കും. മത്സരത്തിൽ 2 റൗണ്ട്. കറിപ്പൊടികളുടെ കമ്പനി ആയതുകൊണ്ട് ആദ്യ റൗണ്ട് പാചക മത്സരം. നിങ്ങളുടെ തനതായ കറിക്കൂട്ട് കൊണ്ട് ഒരു വിഭവം തയ്യാറാക്കും. ആ വിഭവത്തിൽ ഉപയോഗിക്കുന്ന കറിക്കൂട്ട് നമ്മുടെ സ്പെഷ്യൽ പ്രോഡക്റ്റ് ആയിരിക്കും. 2ാം റൗണ്ട് ബുദ്ധി പരിശോധന മത്സരമാണ്. 2നും നിശ്ചിത പോയിന്റുകളുണ്ടാവും. കൂടുതലൊന്നും പറയാനില്ല. 3 പേരും കൃത്യമായിട്ട് മത്സരിച്ചിരിക്കണം, അതിൽ മാറ്റമല്ല. പിന്നെ ഒരു കാര്യം കൂടി, നാളെ തന്നെ നിങ്ങൾ 3 പേരും ഓഫീസ് സന്ദർശിക്കണം. അവിടുത്തെ രീതികളൊക്കെ കണ്ട് മനസ്സിലാക്കണം. ഓഫീസിനെ കുറിച്ചുള്ള അറിവുകൾ ഈ മത്സരത്തിൽ നിർണായകമാണ്. അപ്പോ 3 പേർക്കും വിജയാശംസകൾ. കൈകൊടുക്ക്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ഏത് മത്സരത്തിൽ പങ്കെടുത്താലും 1ാം സമ്മാനം നേടിയെടുക്കാൻ അപാരം മിടുക്കുള്ളവളാ എന്റെ പ്രിയപ്പെട്ടവള്. അതുകൊണ്ട്
എനിക്കൊരു ടെൻഷനും ഇല്ല, പേടിയും ഇല്ല. ഒന്നാം സമ്മാനം എന്റെ ശ്യാമയ്ക്ക് തന്നെ. ആ, എന്റെ ഭാര്യ വൈസ് ചെയർപേഴ്സൺ ആയുള്ള കാര്യം ഞാനൊന്ന് ആലോചിക്കുക. വൈസ് ചെയർപേഴ്സൺ ഒരു കാറിൽ മുമ്പേ, ഈ പാവപ്പെട്ട പാർട്ണർ മറ്റൊരു കാറിൽ പുറകെ. തമാശ കളി സാറേ. വൈസ് ചെയർപേഴ്സണോ? ഞാനോ? ഉം. എനിക്ക് അതിനൊക്കെയുള്ള കഴിവ് എവിടെയാ? എന്താണ് താനീ പറയുന്നത്? തനിക്ക് അതിനൊക്കെയുള്ള കഴിവുണ്ട്. ചുമ്മാ കളിയാക്കല്ലേ സാറേ. ഉം. അമ്പലവാസി പെണ്ണായിട്ടുള്ള ഞാൻ വൈസ് ചെയർപേഴ്സൺ ആവാനോ? ഉം. അതുപോലെ എനിക്ക് മത്സരിക്കാനൊന്നും പറ്റില്ല. ആരോടാ ഞാൻ മത്സരിക്കേണ്ടേ? എന്റെ പ്രിയപ്പെട്ടവരോടോ? അതെ. സർ, സർ, അഖിൽ സർ. എന്തു പറ്റി സാറിന്? ഞാനേ ഓർമ്മകളിലായിരുന്നു. ഓർമ്മകളിലോ? ആ, ഓർമ്മകളിൽ ഊളിയിട്ട് അങ്ങനെ അങ്ങ് പോയി. താൻ വൈസ് ചെയർപേഴ്സണായിട്ട് വിലസുന്നത് ഞാൻ സ്വപ്നം കാണുമായിരുന്നു. സർ, അക്കാര്യം മാത്രം സാറ് സ്വപ്നം കാണണ്ട. ഈ വൈസ് ചെയർപേഴ്സൺ ആവാനും അതിനുവേണ്ടി മത്സരിക്കാനും ഒന്നും എനിക്ക് പറ്റില്ല. ഞാൻ വരില്ല. ശ്യാമേ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് എന്നെ കൊണ്ട് പറ്റില്ല. എടോ, തനിക്ക് തന്റെ കഴിവുകളെ കുറിച്ച് തിരിച്ചറിവില്ലാഞ്ഞിട്ടാ. ആ സച്ചിദാനന്ദ സ്വാമി എല്ലാം പറഞ്ഞതല്ലേ? സർ, സർ എന്നെ നിർബന്ധിക്കരുത് പ്ലീസ്. എനിക്ക് അങ്ങനെയുള്ള പദവിയൊന്നും പറ്റില്ല. അത് അമൃതയെടുത്തോ ഐശ്വര്യടുത്തോ ആയിക്കോട്ടെ. അവർക്കാവുമ്പോ അതിനുള്ള വിദ്യാഭ്യാസം ഉണ്ടല്ലോ. എന്താടോ ഇത്? എനിക്കാകെ നിരാശയായല്ലോ. സർ, ഒരു ചടങ്ങെന്ന നിലയ്ക്ക് ഞാൻ നാളെ ഓഫീസിലൊക്കെ വന്നോളാം. ഇത് തന്റെ ഉറച്ച തീരുമാനമാണോ? എനിക്ക് അങ്ങനെയുള്ള മോഹങ്ങളൊന്നും ഇല്ല സർ. പിന്നെ എന്തിനാ ഞാൻ വെറുതെ? എന്റെ കണ്ണ, ഇത് കേട്ടില്ലേ? നിന്റെ ഭക്തയ്ക്ക് അങ്ങനെയുള്ള മോഹങ്ങളൊന്നും ഇല്ലെന്ന്. വൈസ് ചെയർപേഴ്സൺ ആകാൻ പറ്റില്ലെന്ന്. നിന്റെ ഭക്തയുടെ മനസ്സ് മാറ്റിയെടുക്കണേ.